MS അരുൺകുമാർ 6 മിനിറ്റ്. സർ, ഈ നയപ്രഖ്യാപനത്തോടും നന്ദി പ്രമേയത്തോടുമുള്ള വിയോജിപ്പ് രേഖപ്പെടുത്തുകയാണ് സർ. നയരാഹിത്യമുള്ള നയപ്രഖ്യാപനമാണ് സാർ ഇവിടെ നടത്തിയിട്ടുള്ളത്. പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ കഴിയുന്ന ഒന്നും ഈ പ്രഖ്യാപനത്തിൽ കാണുന്നു ഇല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. 10 വർഷത്തിന് ശേഷം ഭരണപക്ഷത്തിലേക്ക് വരുന്ന അവരുടെ ആവേശം കാണുന്നുണ്ട്. പൂക്കി സർക്കാർ പുകഞ്ഞു പോകാതിരിക്കട്ടെ എന്ന് പ്രത്യേകമായി ആശംസിക്കുകയാണ്. സർ, കേരളത്തിന് ഇടതുപക്ഷത്തിന് തിരിച്ചടി ഉണ്ടായി, ഞങ്ങളത് അംഗീകരിക്കുന്നു. വലിയ പരാജയം ഉണ്ടായി, അതും അംഗീകരിക്കുന്നു. മുൻപും പരാജയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ പരാജയങ്ങളിൽ നിന്നെല്ലാം ജനങ്ങളുടെ വിശ്വാസമാർജിച്ച് കരുത്തോടെ ഇടതുപക്ഷം ഈ കേരളത്തിൽ തിരിച്ചു വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സാർ ചരിത്രം. സർ, മറ്റൊന്ന് ഞങ്ങളുടെ സമീപനവുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒറ്റയ്ക്ക് പ്രവർത്തിക്കുന്നതിനേക്കാൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് നല്ലത്. പൊതുനന്മയ്ക്കായി ഒരുമിച്ച് പ്രവർത്തിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇങ്ങനെ ഒരുമിച്ച് പ്രവർത്തിക്കാൻ കഴിഞ്ഞ 10 വർഷക്കാലം നിങ്ങളുണ്ടായിരുന്നു എന്നുള്ളതാണ്. സർ, ഞങ്ങളുടെ സമീപനം എന്താണ്? തിരിച്ചടി നേരിട്ടപ്പോഴും ഈ ഗവൺമെൻറ്റിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ് നടക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ അവിടേക്ക് വരുന്നതും ആ ചടങ്ങിൽ പങ്കെടുക്കുന്നതും കണ്ടതല്ലേ. എന്നാൽ കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ സമയത്ത് അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാൻ നിങ്ങൾ തയ്യാറായിട്ടുണ്ടോ? ആ സത്യപ്രതിജ്ഞാ ചടങ്ങിനോടും അതുമായി ബന്ധപ്പെട്ടുള്ള മറ്റു കാര്യങ്ങളോടുമെല്ലാം ബഹിഷ്കരിക്കാനല്ലേ നിങ്ങൾ തീരുമാനിച്ചിരുന്നത്? സത്യപ്രതിജ്ഞാ ചടങ്ങ് മാത്രമായിരുന്നോ സാർ? തുടർന്ന് ഈ നാടിനു വേണ്ടി ഒരു ഗവൺമെൻറ് ചെയ്തിരുന്ന എല്ലാ വികസന പ്രവർത്തനങ്ങളെയും എതിർക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനമല്ലേ നിങ്ങളുടെ ഭാഗത്തുനിന്നുണ്ടായത്? ദേശീയപാത വികസനം വന്നു. ആ വികസനത്തിന് തുടക്കം കുറിക്കുമ്പോൾ കീഴാറ്റൂരിൽ സമരം നടത്തിയത് ആരാണ് സാർ? ഇന്നിരിക്കുന്ന ഭരണപക്ഷമല്ലേ. K-ഫോൺ, ഈ നാടിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പദ്ധതി, ഹൈക്കോടതിയിൽ പോയി മുടക്കാൻ നേതൃത്വം കൊടുത്തത് ഇന്നത്തെ ഭരണപക്ഷമല്ലേ. വയനാട് തുരങ്കപാത, ആ തുരങ്കപാതയെ, ഒരുപാട് മനുഷ്യർക്ക് പ്രയോജനമുള്ള ഒരു തുരങ്കപാതയെ എതിർക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചത്, എതിർത്തവർ ഇന്നത്തെ ഭരണപക്ഷമല്ലേ. സർ, മലയോരപാത, തീരദേശപാത, വിഴിഞ്ഞം പദ്ധതി, ഇങ്ങനെ നാടിൻ്റെ സമഗ്രമായ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കകത്ത് കഴിഞ്ഞ ഗവൺമെൻറ് എടുത്ത എല്ലാ ശരിയായ നിലപാടുകളെയും ബഹിഷ്കരിക്കുന്ന, എതിർക്കുന്ന സമീപനം സ്വീകരിച്ചിരുന്നവർക്ക് എങ്ങനെയാണ് ഈ കാലത്ത് പുതുയുഗ കേരളം സൃഷ്ടിക്കാൻ കഴിയുന്ന, അല്ലെ പുതുയുഗ കേരളം സൃഷ്ടിക്കുമെന്ന് അവകാശപ്പെടാൻ കഴിയുന്നത്? എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർക്ക് എങ്ങനെ ഇതെല്ലാം കഴിയുന്നു? ഇപ്പോൾ നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടതായി സ്കൂൾ തുറപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സൂചിപ്പിക്കാം. അംഗനവാടികൾ തുറന്നു, സ്കൂളുകൾ തുറന്നു. സാർ, ഇത് ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ട് കുഞ്ഞുങ്ങൾ സ്കൂളിലേക്ക് പോകുന്ന പ്രിയപ്പെട്ടവർ, ആ സ്കൂളിൻ്റെ ഫിറ്റ്നസ്സുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഈ കാലഘട്ടത്തിൽ കഴിഞ്ഞിട്ടില്ലല്ലോ. ഇന്നലെ ഇവിടെ പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും ഉൾപ്പെടെയുള്ള പാചകവാതകത്തിൻ്റെ ടാറിൻ്റെ വില ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളെക്കുറിച്ച് സൂചിപ്പിച്ചു. ബിറ്റുമിന് വല്ലാതെ വില വർദ്ധിപ്പിച്ചു. നാടിനകത്ത് മിക്കവാറുമുള്ള റോഡുകൾ ടാർ ചെയ്യാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളിപ്പോൾ മാറിയിട്ടുണ്ട്. ഈ ഇന്ധന വില വർധനവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഇന്നത്തെ ഭരണപക്ഷം പറഞ്ഞിട്ടുള്ളത് എന്താണ്? അതിനകത്ത് നിന്ന് U-ടേൺ അടിക്കുന്ന സമീപനമല്ലേ ഇന്നലെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്? ഇപ്പോൾ മുൻപ് UDF കയ്യടി നേടാൻ വേണ്ടി കുറേ കാര്യങ്ങൾ പറയുന്നു. ഇന്ന് അവിടേക്ക് വരുമ്പോൾ ഇതെല്ലാം നടപ്പിലാക്കാൻ കഴിയാത്ത നിലയിലേക്ക് കാര്യങ്ങൾ പോവുകയാണ്. ഇപ്പോൾ കുറച്ചു മുമ്പ് ഇവിടെ വികാരമായി ചില അംഗങ്ങൾ സംസാരിക്കുമ്പോൾ, ഭരണപക്ഷത്തെ അംഗങ്ങൾ സംസാരിക്കുമ്പോൾ സ്ത്രീ സുരക്ഷയും ആർത്തവ അവധിയെക്കുറിച്ചുമൊക്കെ സംസാരിച്ചു. കഴിഞ്ഞ ഗവൺമെൻറ് സ്ത്രീ സുരക്ഷാ പദ്ധതി വീട്ടമ്മമാർക്ക് 1000 രൂപ കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്തു, കൊടുത്തു. നിങ്ങളത് നിർത്തലാക്കി. അതിനെക്കുറിച്ച് എന്താണ് അഭിപ്രായം? ഇങ്ങനെ അത് നിർത്തലാക്കി കളഞ്ഞു. ഇങ്ങനെ ക്ഷേമപ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ, ഇതെല്ലാം 10 വർഷക്കാലം മുമ്പ് ഇല്ലാതാക്കി കളഞ്ഞ ഒരു സമീപനം UDFൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നില്ലേ? ഇവിടെ ഇന്ധന നികുതി ഉൾപ്പെടെയുള്ളത് വല്ലാതെ നിലയിൽ വർദ്ധിപ്പിക്കുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനെ വിമർശിക്കാൻ, അല്ലെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് കാണിക്കുന്ന സമീപനത്തെ, സാമ്പത്തിക സമീപനത്തെ ഉൾപ്പെടെ വിമർശിക്കാൻ ആ നയപ്രഖ്യാപനത്തിൻ്റെ ഭാഗമായി കഴിയുന്നില്ലല്ലോ. എന്തുകൊണ്ട് കഴിയുന്നില്ല? ഈ രാജ്യത്തിനകത്ത്
ഈ നിലയിൽ BJPയെ വളർത്തുന്നതിന് എല്ലാവിധമായ ഇന്ധനവും ഒഴിച്ചു കൊടുക്കുന്നത് കോൺഗ്രസ് ആയിരുന്നില്ലേ? ഇപ്പോൾ ഇവിടെ വിസ്മയത്തെക്കുറിച്ച് സൂചിപ്പിക്കുന്നുണ്ട്. ആ വിസ്മയത്തെക്കുറിച്ച് സൂചിപ്പിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് ഇന്ന് BJPക്ക് വളരാൻ നേരത്തെ നിലമ്പൂരംഗം പറഞ്ഞതുപോലെ ആ വിസ്മയം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. എത്രമാത്രം വരുന്ന കോൺഗ്രസിൻ്റെ നേതാക്കളാണ് BJP ആയി മാറിയിരിക്കുന്നത് എന്ന സമീപകാല അനുഭവങ്ങൾ തീർച്ചപ്പെടുത്തുകയല്ലേ? എത്ര സംസ്ഥാനങ്ങൾ ഇപ്പോൾ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ വരുന്നു. ആ കേന്ദ്ര അന്വേഷണ ഏജൻസികൾ കോൺഗ്രസിന്റെ വീടുകളിലേക്ക് വന്നാൽ ഉടൻ തന്നെ അവർ BJP ആകുന്നത്, അങ്ങനെ BJPയെ വളർത്തുന്നവരായി ഈ രാജ്യത്തിനകത്തെ കോൺഗ്രസ് മാറിക്കഴിഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ എത്ര പേരാണ് സാർ ഇപ്പോൾ BJP ആയിട്ടുള്ളത്? ഇപ്പോൾ ആന്റണിയുടെ മകനുണ്ട്, ഇവിടെ ആരോഗ്യമന്ത്രിയുടെ സഹോദരിയുണ്ട്, അല്ലേ? എത്ര പേരുണ്ട്? മറ്റൊന്ന് അല്ല, ഞാനതിലൊന്ന് നിങ്ങളൊന്ന് പരിശോധിച്ചാൽ മതി, അങ്ങോട്ടൊന്ന് പരിശോധിച്ചാൽ മതി. എത്ര പേരെ രാജ്യത്തിനകത്ത് ഒരുപാട് പേരെ അങ്ങനെ കാണാൻ കഴിയും. ക്ഷേമപ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ UDF സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായിരുന്ന ക്ഷേമപ്രവർത്തനങ്ങളെല്ലാം ഇല്ലാതായി പോകുന്ന സാഹചര്യമല്ലേ ഉണ്ടായത്? ഞങ്ങളതെല്ലാം കൂടുതൽ കൂടുതൽ മെച്ചപ്പെട്ട നിലയിലേക്ക് കഴിഞ്ഞ 10 വർഷക്കാലം കൊടുത്തിരുന്നില്ലേ? അപ്പോൾ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിങ്ങൾ സ്വീകരിക്കുന്ന സമീപനം എന്താ? ആ ലൈഫ് മിഷനുമായി ബന്ധപ്പെട്ട് 5 ലക്ഷത്തിലധികം വരുന്ന വീടുകൾ സാധാരണക്കാരായ മനുഷ്യർക്ക് കൊടുക്കാൻ കഴിയുന്ന സമീപനമുണ്ടായി. നിങ്ങൾ ആ പുനർജനിയിലെ വീടൊന്ന് കൊടുക്കണം, ആ വയനാട്ടിലെ വീടൊന്ന് കൊടുക്കണം. അതോടൊപ്പം തന്നെ KPCC പ്രഖ്യാപിച്ച വീടുകളൊക്കെ കൊടുക്കണം. സാർ, ഞങ്ങൾ ഇതൊക്കെ കൊടുത്തിട്ടുള്ളവരാണ് സാർ. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, പ്രഖ്യാപിച്ച കാര്യങ്ങൾ കൃത്യമായി നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് സാർ. സാർ അഗതി സാർ നിർത്തമാണ് സാർ, നിർത്തം. ഈ സാധാരണ മനുഷ്യരെ ബാധിക്കുന്ന, സാധാരണ മനുഷ്യരോടൊപ്പം ജീവിക്കാൻ കഴിയുന്ന, അവരുടെ ആവശ്യങ്ങൾക്കൊപ്പം നിലനിൽക്കാൻ കഴിയുന്ന ഒരു ഭരണ സംവിധാനമായി കഴിഞ്ഞ 10 വർഷം ഉണ്ടായിരുന്നത് ഈ ലൈഫ് മിഷൻ ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് പുറകോട്ട് പോകുന്നത് 1,07,513 പേർ ലൈഫ് മിഷന്റെ ഭാഗമായി ഇനിയും വീടുകളുടെ പണി പൂർത്തിയാക്കുന്ന നിലയിലേക്ക് നിൽക്കുകയാണ്. അതിനെ തകർക്കാനുള്ള ശ്രമത്തിൽ നിന്നുകൂടി പിൻവാങ്ങണമെന്നുള്ളത് കൂടി സൂചിപ്പിച്ചുകൊണ്ട് ഈ നയപ്രഖ്യാപന പ്രസംഗത്തെ എതിർത്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.